കാടിന്റെ വശ്യത ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. ദക്ഷിണ കേരളത്തിലെ തേക്കടി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്പോട്ട്. ഇത് പീരി വിടർത്തുന്ന മയിലാണ്. തിരുവനന്തപുരത്ത് വിതുരയിൽ സ്ഥിതി ചെയ്യുന്ന പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇതാണ് എൻട്രൻസ് ഏരിയ. ഈ എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് പാർക്കിംഗ് ഏരിയ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഇവിടെ ഒരു ഡാം നിലവിൽ വന്നപ്പോൾ ഇവിടുത്തെ വനമേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇതിനെ ഒരു സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അപൂർവ ഇനത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും ഈ വനമേഖലയിൽ ധാരാളമുണ്ട്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ഡാമിന്റെ കാഴ്ചകൾ തുടങ്ങും. 1983 ഈ ഡാം പണി കഴിപ്പിച്ചത്. ഫാമിലിയായി വരുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണിത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പോയ സമയത്ത് ഡാമിന്റെ ടോപ്പ് സൈഡ് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ടോപ്പ് വ്യൂവേ കിട്ടിയുള്ളൂ. പിന്നെ നമുക്ക് സൈഡിൽ കൂടെയൊക്കെ കുറേ കാഴ്ചകളും കൂടി ഡാമിന്റെ ടോപ്പിന്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അഗസ്ത്യമലയുടെ ഭംഗിയും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും. ഈ ഡാമിന്റെ ഷട്ടറുകൾ കുറച്ചപ്പുറത്തായി കാണാൻ കഴിയും. അതിനോട് ചേർന്ന് തന്നെ KSEBയുടെ ഒരു പവർ സ്റ്റേഷനുമുണ്ട്. ആ പവർ സ്റ്റേഷനിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വാട്ടർ ലെവലിന്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അതിനായിട്ട് അതിലേക്ക് പോകുന്ന വഴി ഈ ഡാമിന്റെ ടോപ്പിൽ കിടക്കുന്ന നേരെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന വഴിയിൽ കൂടെയാണ് ആ ഷട്ടറിന്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. പോകുന്ന വഴിയിൽ തന്നെ ഒരു ശാസ്താ ക്ഷേത്രവും കാണാൻ സാധിക്കും. ഇതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പവർ സ്റ്റേഷൻ. 1996 പ്രവർത്തനം തുടങ്ങിയ ഈ പവർ സ്റ്റേഷൻ ഡാമിനോട് ചേർന്ന് തൊട്ട് താഴെയായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഒരു ജലസംഭരണിയും ഒരു അണക്കെട്ടും ഒരു പവർ ഹൗസും ഉൾപ്പെടുന്നു. ഈ സങ്കേതത്തിൽ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഈ ഭാഗം വിട്ടുപോകാറുണ്ട്. എന്നാൽ ഈ ഭാഗത്തിന്റെ ഭംഗി നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഷട്ടറുകൾ ഓപ്പൺ ആകുന്ന ടൈമിലാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഇവിടം കാണാൻ. പവർ സ്റ്റേഷനിലെ വൈദ്യുതി ഉൽപാദനത്തിന് ശേഷമുള്ള ജലമാണ് ഈ ഒഴുകി വരുന്നത്. ഇനി നമുക്ക് ഡാമിന്റെ അകത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഈ ഭൂപ്രകൃതിയുടെ ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ കാണുന്ന വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇനി മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.